ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ TDS സർട്ടിഫിക്കറ്റ് എങ്ങനെ നമുക്ക് ഓൺലൈനായിട്ട് ഡൗൺലോഡ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അത് നമ്മൾ ട്രേസസിന്റെ വെബ്സൈറ്റ് വഴിയിട്ടാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ട്രേസസിന്റെ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക. ട്രേസസ് ലോഗിൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഈ വെബ്സൈറ്റിനകത്ത് പോവുക. ഇതിനകത്ത് നമ്മുടെ ട്രേസസിന്റെ യൂസർ ഐഡിയും പാസ്വേഡും കൊടുക്കുക. ഞാനിപ്പോൾ അത് രണ്ട് ഓട്ടോ ഫില്ല് ചെയ്തിട്ടിട്ടുണ്ട്. ഇനി നമ്മുടെ ടാൻ നമ്പർ എൻ്റർ ചെയ്യുക. ലോഗിൻ കൊടുക്കുക. ശേഷം നമുക്ക് TDS സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഡൗൺലോഡ്സിൽ പോവുക. ഹോം 16A ക്ലിക്ക് ചെയ്യുക. ശേഷം ബൾക്ക് പാൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്കൊരു പർട്ടിക്കുലർ പാൻ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ സെർച്ച് ചെയ്ത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഞാൻ ആ ഒരു ക്വാർട്ടറിലെ മൊത്തമാണ് എനിക്ക് വേണ്ടത്. അപ്പോൾ എത്രയൊക്കെ പാൻ ഉണ്ടോ അതെല്ലാം ഒരുമിച്ച് ഡൗൺലോഡ് ആവും. എനിക്കിപ്പോൾ ഇതിൽ Q2 ആണ് വേണ്ടത്. ഞാൻ Q2 കൊടുത്തു. 26Q ആണ്. എന്നിട്ട് ഗോ കൊടുത്തു. എന്നിട്ട് സബ്മിറ്റ് കൊടുത്തു. DSC ചോദിക്കുന്നുണ്ട്. അപ്പോൾ DSC നമുക്ക് കണക്ട് ചെയ്യണം. DSC ഉള്ളവർ DSC കണക്ട് ചെയ്താൽ മതി. ഇല്ലാത്തവർ KYC വാലിഡേഷൻ വിത്തൗട്ട് DSC എന്ന് കൊടുത്ത് പോയാൽ മതി. ഞാനിപ്പോൾ അങ്ങനെ ചെയ്ത് പോവാം, നിങ്ങൾക്ക് അത് കാണിച്ചു തരാൻ വേണ്ടി. അപ്പോൾ ഇത് ഞാൻ സെലക്ട് ചെയ്തു. എന്നിട്ട് പ്രൊസീഡ് കൊടുത്തു. ശേഷം നമ്മളിവിടെ നമ്മുടെ ക്വാർട്ടറിലെ PRN നമ്പറും ചെല്ലാൻ നമ്പറും ഒക്കെയാണ് ഇവിടെ ചോദിക്കുന്നത്. ഇതൊരു KYC വാലിഡേഷൻ പോലെയാണ്. അപ്പോൾ നമുക്കത് PRN നമ്പർ ഇവിടെ കൊടുക്കാം. BSR കോഡ്, അത് Q2-ന് നമ്മൾ അടച്ച ഏതെങ്കിലും ഒരു ചെല്ലാൻ്റെ BSR കോഡാണ് അവർ ചോദിക്കുന്നത്. ഞാനിപ്പോൾ ഇത് കൊടുത്തു. ഡേറ്റ് കൊടുത്തു. ചെല്ലാൻ സീരിയൽ നമ്പർ കൊടുക്കണം. ചെല്ലാൻ എമൗണ്ട്, ആ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ചെല്ലാൻ്റെ എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അത് കൊടുക്കണം, നമ്മൾ അടച്ചത്. ഇനി നമ്മുടെ ആ സ്റ്റേറ്റ്മെന്റിനകത്തുള്ള പാൻ നമ്പർ നമ്മൾ കൊടുക്കണം. ഇപ്പം എനിക്ക് ആ ഒരു സ്റ്റേറ്റ്മെന്റിനകത്ത് ഒരേ പാൻ ഉള്ള വ്യക്തികളുടെ തന്നെയാണ് എല്ലാം. അപ്പോൾ ഞാൻ ഏതെങ്കിലും ഒരു എൻട്രി മാത്രം കൊടുക്കുന്നു. വ്യത്യസ്തമായിട്ടുള്ള പാൻ ഉണ്ടെങ്കിൽ നമ്മളത് അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇതിപ്പോൾ ഒരേ പാൻ ആയതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ കൊടുത്തു. ഇപ്പോൾ എന്താ പറയുക, ഒരു മെസ്സേജ് അടുത്ത് വരുന്നുണ്ട്. ഇത് നമ്മളൊന്ന് കോപ്പി ചെയ്തിട്ട് സേവ് ചെയ്ത് വെച്ചാൽ നമുക്കുണ്ടാവുന്ന ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ Q2-നെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസം നമുക്ക് വേറെ എന്തെങ്കിലും ഒരു എറർ റിപ്പോർട്ട് ഡൗൺലോഡോ അല്ലെങ്കിൽ ഒരു കറക്ഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇതുമായിട്ട് KYC വാലിഡേഷൻ വരികയാണെങ്കിൽ നമ്മൾ ഒന്നേന്ന് ഈ പറഞ്ഞ ഇപ്പോൾ ചെയ്ത സ്റ്റെപ്പ് ഒന്നും ചെയ്യേണ്ടി വരത്തില്ല. ജസ്റ്റ് ഈ ഒരു കോഡ് മാത്രം അടിച്ചു കൊടുത്ത് പോയി കഴിഞ്ഞാൽ നമുക്കത് എന്താ ചെയ്യും, നമുക്കത് നേരെ ഈ ഒരു സ്റ്റേജിലോട്ട് വരും, ഡയറക്റ്റ് സ്റ്റേജിലോട്ട് വരും. കാരണം ഈ കോഡ് എൻട്രി ചെയ്യാനാണ് നമ്മൾ ഇതിൻ്റെ തുടക്കത്തിൽ ആ ഒരു KYC ഒക്കെ കൊടുക്കുന്ന ആ ഒരു PRN നമ്പർ കൊടുക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ കോഡ് എൻട്രി ചെയ്യാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ ആ ഒരു കോഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ KYC മൊത്തം വാലിഡേഷൻ ചെയ്ത് പോയത്, ടൈപ്പ് ചെയ്ത് വാലിഡേഷൻ ചെയ്ത് പോയത്. ഇത് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് വൺ ഡേ നിങ്ങൾക്കത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിവിടെ അവർ എഴുതിയിട്ടുണ്ട്, അതെന്റിക്കേഷൻ കോഡ് വാലിഡ് ഫോർ ടുഡേ എന്ന് പറഞ്ഞ് കിടപ്പുണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇത് ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്ത് ഇവിടെ വെക്കുകയാണ്. ഇനി ഞാൻ പ്രൊസീഡ് വിത്ത് ട്രാൻസാക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു മെസ്സേജ് കാണിക്കുന്നു, റിക്വസ്റ്റ് ഫോർ ഹോം 16A ഹാസ് ബീൻ സബ്മിറ്റഡ്, റിക്വസ്റ്റ് നമ്പർ ഈസ് ഇന്നതാണെന്നും പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അണ്ടർ ഡൗൺലോഡ് സെക്ഷന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഡൗൺലോഡിൽ പോവുക. റിക്വസ്റ്റ് ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് വ്യൂ ആൾ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഇത് സബ്മിറ്റഡ് സ്റ്റാറ്റസിൽ നമുക്ക് ഇത് കിടക്കുകയാണ്. ഓക്കെ, നമുക്കിത് ഇത് അവൈലബിൾ എന്ന് പറഞ്ഞ് ആയാൽ മാത്രമേ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് ഇവിടെ HTTP ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ഡൗൺലോഡ് ആവും. എന്നിട്ട് വേണം TDS സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യാൻ. ഇപ്പോൾ ഞാൻ ഓൾറെഡി Q1 ചെയ്തത് കൊണ്ട് അത് ഇവിടെ അവൈലബിൾ ആണ്. ഞാൻ അതിനെ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണ് TDS സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ ആദ്യത്തെ സ്റ്റെപ്പാണ് നിങ്ങൾക്ക് അതിന് ജനറേറ്റ് ചെയ്യാനായിട്ട്
ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, റിക്വസ്റ്റ് കൊടുക്കേണ്ടത് ആ പ്രോസസ്സാണ് ആദ്യം കാണിച്ചത്. ശേഷം ആ ഫയൽ അവൈലബിൾ ആവുമ്പോൾ അതിൽ നിന്ന് എങ്ങനെ നമുക്ക് TDS സർട്ടിഫിക്കറ്റ് PDF ഫയലായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് എടുക്കാവുന്നതാണ് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിപ്പോൾ Q2 അവൈലബിൾ ആവാത്തത് കൊണ്ട് നമുക്ക് Q1 അവൈലബിൾ ആണ്. അതിലോട്ട് നമുക്ക് പോയി ഞാൻ നിങ്ങൾക്ക് ഡെമോ കാണിച്ചു തരാം. ഞാൻ ഇതിനെ ഒന്ന് സെലക്ട് ചെയ്തു. എന്നിട്ട് HTTP ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്തു. അപ്പോൾ ആ ഫയൽ ഇവിടെ ജനറേറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ഇവിടെ ഒരു നിങ്ങൾക്ക് ഡെമോ കാണിക്കാൻ വേണ്ടി ഞാൻ അതിനകത്തോട്ട് കൊണ്ടിട്ടിട്ട് ചെയ്തു തരാം. ഡെമോ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ചെയ്തു. ശേഷം ഞാനിവിടെ ഈ ഒരു ഡൗൺലോഡ് ആയതിനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുവന്ന് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഒരു പാസ്വേഡിന്റെ ഹെൽപ്പ് കാണിക്കുന്നുണ്ട്. അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ 16A ആ ഒരു ഫയലിന് നമുക്ക് വേണ്ട പാസ്വേഡ് എന്ന് പറയുന്നത് നമ്മുടെ ടാൻ തന്നെയാണ്. കാരണം ഈ ഒരു ഫയല് വന്നിട്ട് സിപ്പ് ഫയലാണ്, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പൊ ഇത് അൺസിപ്പ് ചെയ്യാനായിട്ടുള്ള ഇതെന്ന് പറയുന്നത് നമ്മുടെ ടാൻ ആണ്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഇതിന് ഡയറക്റ്റ് അടുത്ത സ്റ്റേജിലോട്ട് പോവാം. ഇനി നമുക്കിത് ജനറേറ്റ് ചെയ്യാനായിട്ട് ഇതിന്റെ ഒരു ടൂള് നമുക്ക് ആവശ്യമാണ്, ഓഫ്ലൈൻ ടൂള്. അത് നമുക്ക് എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം. ആ ടൂൾ എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്കപ്പോൾ ആ TDS സർട്ടിഫിക്കറ്റ് ജനറേറ്റ് ചെയ്യേണ്ട ടൂൾ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മൾ ഡൗൺലോഡ്സിൽ റിക്വസ്റ്റ് ഡൗൺലോഡിൽ പോവുക. എന്നിട്ട് ഇവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് ഡൗൺലോഡ് യൂട്ടിലിറ്റി അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ക്യാപ്ച ചോദിക്കും, അത് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിന് നമുക്കിവിടെ ഫോം 1616A ട്രേസസ് PDF കൺവെർട്ടർ എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ ഡൗൺലോഡ് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇവിടെ ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇനി ഞാൻ അതിനെയും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആ ഒരു ഫോൾഡറിലോട്ട് കൊണ്ടുവന്ന് ഇടുകയാണ്. എന്നിട്ട് ഇതിനെ നമ്മളൊന്ന് അൺസിപ്പ് ചെയ്യുക. ഇതിനെ അൺസിപ്പ് ചെയ്യാനായിട്ട് പാസ്വേഡ് ഒന്നും വേണ്ട. ഓക്കെ, അൺസിപ്പ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു കൺവെർട്ടർ ഇവിടെ ഒരു ഫോൾഡറിൽ വന്നിട്ടുണ്ട്. അത് ഓപ്പൺ ആക്കുക. അതിൽ ഇതാണ് നമ്മുടെ ആ ഒരു ഫയൽ. ഇതിലൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ആക്കുക. എന്നിട്ട് ഓപ്പൺ ആക്കുമ്പോൾ ഇങ്ങനൊരു സ്ക്രീൻ വരും. ഇതിനകത്ത് സെലക്ട് ഫോം 1616A സിപ്പ് ഫയൽ എന്ന് പറഞ്ഞ് ചോദിക്കുന്നുണ്ട്. ആ സിപ്പ് ഫയലാണ് നമ്മളിവിടെ ആദ്യം ഡൗൺലോഡ് ചെയ്ത് കൊണ്ടിട്ട ആ ഒരു സിപ്പ് ഫയൽ. നമ്മൾ റിക്വസ്റ്റ് കൊടുത്തിട്ട് അവൈലബിൾ ആയതിനു ശേഷം നമ്മൾ ഡൗൺലോഡ് ചെയ്ത സിപ്പ് ഫയലാണ്. അത് ഇവിടെ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ ഇവിടെ ബ്രൗസ് കൊടുക്കുക. ഞാനിവിടെ അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ പാസ്വേഡ് ആണ് ചോദിക്കുന്നത്. പാസ്വേഡ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ടാൻ നമ്പർ ആണ്. ഇനി അത് ഏത് ഫോൾഡറിലോട്ട് സേവ് ചെയ്യണം എന്നാണ് ചോദിക്കുന്നത്, ആ ഒരു TDS സർട്ടിഫിക്കറ്റ്. അപ്പൊ ഏത് ഫോൾഡറിലോട്ടാണോ സേവ് ചെയ്യേണ്ടത് അത് കൊടുക്കുക. ഞാനിപ്പോൾ നമ്മുടെ ഡെമോ എന്നുള്ള ഫോൾഡർ തന്നെയാണ് സേവ് ചെയ്യാനായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, ഇവിടെ ഫോൾഡർ വരും, അത് ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ ഇവിടെ വന്നിട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഡു യു വാണ്ട് ടു കണ്ടിന്യൂ വിത്തൗട്ട് ഡിജിറ്റൽ സിഗ്നേച്ചർ എന്നുണ്ട്, അത് യെസ് കൊടുത്താൽ മതി. സോറി, ഇൻകറക്റ്റ് പാസ്വേഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഞാൻ എൻ്റർ ചെയ്ത ടാൻ ഒന്ന് തെറ്റിപ്പോയി, അതുകൊണ്ടാണ്. അപ്പോൾ ഒന്നും കൂടി കൊടുക്കാം. സെലക്ട് ചെയ്തു, ടാൻ കറക്റ്റ് എൻ്റർ ചെയ്യുക. നമ്മൾ ഏത് ഫോൾഡറിനാണോ കൊടുക്കേണ്ടത് അത് സെലക്ട് ചെയ്യുക, പ്രൊസീഡ് കൊടുക്കുക, കണ്ടിന്യൂ കൊടുക്കുക. എന്നിട്ട് സ്റ്റാർട്ടിങ് PDF ജനറേഷൻ എന്ന് അവിടെ കാണിക്കും, നമ്മൾ ഓക്കെ കൊടുക്കുക. 1 PDF ജനറേറ്റഡ് സക്സസ്ഫുൾ എന്ന് കാണിക്കുന്നുണ്ട്, ഓക്കെ കൊടുക്കുക. ഇത് ക്ലോസ് ചെയ്യുക. ഇതാണ് നമ്മുടെ ആ ഒരു TDS സർട്ടിഫിക്കറ്റ് ഇവിടെ ജനറേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് ഓപ്പൺ ആക്കാം. ഫോം 16A TDS സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇതാണ് നിങ്ങൾ ഈ കൺസേൺഡ് പാർട്ടിക്ക് നിങ്ങൾ അയക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് അതിന് റിപ്ലൈ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഓരോ ലൈക്കുകളാണ് ഇനിയുള്ള പുതിയ വീഡിയോ ചെയ്യാനായിട്ട് പ്രചോദനമാകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.